ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിയെ. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഇൻ അസോസിയേഷൻ വിത്ത് GDS സുബാസന അഗർബത്തീസ്. ഇനി ആനന്ദം നിറയട്ടെ ഓരോ ആരംഭത്തിലും. മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യുർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജന തിരക്ക് കുറയുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ ഇടവിട്ട് സന്നിധാനത്ത് മഴ പെയ്തിരുന്നു. മഴ മൂലമാണ് തീർത്ഥാടകരുടെ തിരക്ക് കുറയാൻ കാരണം. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർ അതേ സമയം തന്നെ പാലിക്കണമെന്ന് ദേവസ്വം ബോർഡും പോലീസും ആവശ്യപ്പെട്ടു. നിലയ്ക്കാത്ത തീർത്ഥാടന പ്രവാഹമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ശബരിമലയിലേക്ക്. എന്നാൽ ഇന്ന് നടപ്പന്തൽ കാലിയാണ്. തീർത്ഥാടകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഉച്ചവരെ 32,000-ലധികം തീർത്ഥാടകർ മാത്രമാണ് ശബരീശ ദർശനത്തിനായി എത്തിയത്. ഇടവിട്ട് പെയ്യുന്ന മഴയാണ് തീർത്ഥാടകരുടെ തിരക്ക് കുറയാൻ കാരണം. കൂടാതെ ചെന്നൈ, പുതുശ്ശേരി എന്നിവിടങ്ങളിലെ അതിശക്തമായ മഴയും ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കാൻ മറ്റൊരു കാരണമായി. അതേസമയം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ അതേ സമയത്ത് തന്നെ എത്തണമെന്ന് ദേവസ്വം ബോർഡും പോലീസും ആവശ്യപ്പെട്ടു. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സമയക്ലിപ്തമായി വരുന്നില്ല. അവരവർക്ക് കൊടുത്ത ടൈം സ്ലോട്ടിലല്ല വരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുന്നു. ചിലപ്പോഴൊക്കെ ഒരു ദിവസം വരെ വൈകി പോകുന്നു. അങ്ങനെ വന്നാൽ ക്രൗഡ് മാനേജ്മെന്റിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പരമാവധി ഭക്തജനങ്ങൾ അവരവർക്ക് നൽകിയിരിക്കുന്ന ടൈം സ്ലോട്ടിൽ തന്നെ വരാൻ ശ്രമിക്കണം. ബുക്ക് ചെയ്ത സമയത്ത് തന്നെ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഭക്തർ കാത്തിരിക്കേണ്ടി വരുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ കൃത്യസമയം പാലിക്കാതെയാണ് പലപ്പോഴും വെർച്വൽ ക്യൂ പാസ് എടുത്തിട്ട് വരുന്നത്. അത് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾ മാനേജ് ചെയ്തു. പക്ഷേ ഇനി അത് തുറന്നങ്ങനെ ഒരുപാട് അനുവദിക്കാൻ ബുദ്ധിമുട്ട് വരും. അതായത് അവർ ഈ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് വെർച്വൽ ക്യൂ പാസ് എടുക്കുകയും ഏതെങ്കിലും ഒരു ദിവസം വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർ അഥവാ അങ്ങനെ വരേണ്ടി വന്നാൽ അവർ ഇവിടുത്തെ ഷെഡ്യൂൾഡായിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കൊഴിയുന്നവരെ അവർ നിലയ്ക്കൽ കാത്തു നിൽക്കേണ്ടി വരും. നിലയ്ക്കലോ എരുമേലിയിലോ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. മഴ കുറയുന്നതോടെ ഭക്തരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ജനം, സന്നിധാനം.